ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമാണ് ഇന്ന്. ഭേദപ്പെട്ട പോളിംഗാണ് ഉച്ചവരെ ഉണ്ടായിരിക്കുന്നത്. 34% പോളിംഗ് 1 മണിവരെയുള്ള കണക്കനുസരിച്ച് 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. हम लोगों ने देश में भारत की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल है. दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए. आज दुनिया में करीब 64 कंट्रीज में चुनाव है, उन सबका कंपैरिजन करना चाहिए. और ये वर्ष एक प्रकार से लोकतंत्र का उत्सव न सिर्फ भारत में, पूरी दुनिया में है. और भारत ने दुनिया में जो भी अच्छी चीजें हैं वो चुनावी व्यवस्था में विकसित की है. और मैं मानता हूं कि इलेक्शन कमीशन इसके लिए बहुत बहुत अभिनंदन का अधिकारी है. और यही मंथन है जो लोकतंत्र को भी मजबूत करता है और देश को भी मजबूत सरकार देता है. तो मैं इसमें योगदान देने वाले एक लोकतंत्र के महायज्ञ में जो भी जितनी आहुति दे रहा है सब अभिनंदन के अधिकारी हैं. मैं फिर से देशवासियों को यही कहता हूं कि आज गुजरात में और जहां जहां चुनाव का मतदान का दिवस है, बहुत भारी मात्रा में मतदान करें, लोकतंत्र के पर्व को मनाएं, उत्सव के रूप में मनाएं. भाई गर्मी में आप लोग दिन रात दौड़ कर रहे हैं, तो आप अपने स्वास्थ्य की भी चिंता कीजिए. और क्योंकि चुनाव के दिनों में पत्रकार साथियों को दिन रात दौड़ना पड़ता है और आज मीडिया की कंपटीशन भी इतनी है कि आपको समय से आगे दौड़ना पड़ता है. मैं तो यही प्रार्थना करूंगा आप सब पुराने साथियों को कि अपने स्वास्थ्य का जरूर ध्यान रखें. തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കി മാറ്റുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് തന്നെ മാതൃകയാണെന്നും പ്രധാനമന്ത്രി വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, കഴിഞ്ഞ 2 ഘട്ടത്തേക്കാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരുന്നു മൂന്നാം ഘട്ടത്തിൽ. അത് പോളിംഗിൽ പ്രതിഫലിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശക്തമായ പോളിംഗ് വേണം എന്ന് ഒരാഹ്വാനം തന്നെ നൽകിയതാണ്. ഇതിന്റെ പ്രതിഫലനം കാണുന്നുണ്ടോ പോളിംഗിൽ? മഞ്ജുഷ, ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 1 മണിവരെ 35%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് 2019 കണക്കുകൾ, 2019 മൂന്നാം ഘട്ടത്തിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട പോളിംഗ് ആണ്. അതായത് 2019 11 മണിവരെ 23% പോളിംഗ് എങ്കിൽ ഇത്തവണ 25%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യ 2 ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറവുണ്ടായതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇത്തവണ ഏതായാലും മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് ഈ മൂന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. കാരണം മൂന്നാം ഘട്ടത്തിൽ 93 മണ്ഡലങ്ങളിൽ 77 മണ്ഡലങ്ങൾ ഒപ്പം നിന്ന് BJPക്കൊപ്പം 2019 നിന്നിരുന്നു. BJPയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു ഈ മൂന്നാം ഘട്ടത്തെ പോളിംഗ്. ഇന്ത്യ സഖ്യത്തിനാകട്ടെ, ഇന്ത്യ സഖ്യ നേതാക്കൾ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചൊരു BJPക്ക് അനുകൂലമായ സാഹചര്യം നിലവിൽ രാജ്യത്തില്ല, അത് പ്രകടമല്ല. അപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യവും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലും പശ്ചിമ ബംഗാളിലുമാണ്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 33% പോളിംഗ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 4 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിൽ ഏതാണ്ട് 31% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വാശിയേറിയ പ്രചാരണമൊക്കെ നടന്നിട്ടുള്ള മഹാരാഷ്ട്രയിൽ 20%-ൽ താഴെ മാത്രമാണ് 11 മണിവരെയുള്ള പോളിംഗ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അനിഷ്ട സംഭവങ്ങൾ പശ്ചിമ ബംഗാൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ
BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം CPM കോൺഗ്രസ് തൃണമൂൽ പ്രവർത്തകർ തമ്മിലും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല CPM-ഉം തൃണമൂൽ കോൺഗ്രസും CPM-ഉം കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ബൂത്ത് ഏജന്റുമാരെ പ്രവേശിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് മുർഷിദാബാദിലും ജംഗിപൂരിലും സമാനമായ ഒരു പരാതി ഇന്ത്യ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതീക്ഷയാണ് ഈ മൂന്നാം ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല പോളിംഗ് ശതമാനം നിലവിലെ സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ 2019-ലെ 66%-നേക്കാൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമെന്നൊരു കണക്കൂട്ടലാണ് ഈ ഘട്ടത്തിൽ പാർട്ടികൾക്കുള്ളത്. ശരി രാകേഷ്, എന്തായാലും 1ഉം 2ഉം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പോളിംഗിൽ കുറച്ച് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 34% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തെ ഈ 93 മണ്ഡലങ്ങളുടെയും ശരാശരി നോക്കുകയാണെങ്കിൽ.